ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ആർ സ്റ്റോറീസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ബുധനാഴ്ചയാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഈ സാധനമൊക്കെ മേടിച്ചിട്ട് വന്നിട്ട്, സാധനം എന്ന് പറയാൻ വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂ കേട്ടോ. വെജിറ്റബിൾസ് എല്ലാം വാങ്ങിയിട്ട് വന്നിട്ട് ഞാൻ അതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് സാധനം മേടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഓൺ സ്പോട്ടെല്ലാം ഇങ്ങനെ എടുത്ത് സെറ്റ് ചെയ്യും. നമ്മൾ സാധാരണ ആദ്യമൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത് രാമചന്ദ്രനിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് പറയും, എന്തായാലും രാമചന്ദ്രൻ നിന്നാണ് മേടിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാലയിൽ പോയി മേടിക്കാൻ തുടങ്ങി. ഇപ്പം പിന്നെ നമുക്കിവിടെ ജംഗ്ഷനിൽ തന്നെ കടയുണ്ട്, അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് കുഴപ്പമില്ല, അവിടെ നിന്ന് മേടിക്കാമെന്നായി. അതാകുമ്പോഴത്തേക്ക് യാത്രയും ചെയ്യേണ്ട. ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയതും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് സാധനമൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വയ്ക്കാനാട്ടോ. എല്ലാ സാധനങ്ങളും അതിൻ്റേതായ രീതിയിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കുകയാണ്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇതുപോലെ എടുത്ത് ഫ്രിഡ്ജ് വയ്ക്കാനാണ് കേട്ടോ. അതാകുമ്പോഴത്തേക്ക് പാടില്ലല്ലോ, ഓരോ സാധനങ്ങൾ എവിടെ വയ്ക്കണമെന്ന് നമുക്ക് എടുത്ത് ഇങ്ങനെ മാറ്റി വയ്ക്കുമ്പോഴത്തേക്ക് അറിയാം. അത് കണക്ക് തന്നെ എനിക്ക് മറ്റേ സ്വഭാവമില്ല, മറ്റേ വെജിറ്റബിൾസ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകുന്നത് അതെങ്ങനെയെങ്കിലും വരുത്തണമെന്ന് ഞാൻ വിചാരിക്കും, പക്ഷേ എനിക്ക് നടക്കുന്നില്ല. ഞാൻ വന്ന് എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതുപോലെ എടുത്ത് ഫ്രിഡ്ജ് വയ്ക്കും. എന്നിട്ട് യൂസ് ചെയ്യുന്നതിന് മുന്നേ കഴുകി യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി പുറത്തോട്ട് പോയിട്ടോ. വേറൊന്നുമല്ല, മീൻ മേടിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ നത്തോലിയും പിന്നെ വേറെ എന്തൊക്കെയോ 2-3 ടൈപ്പ് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടല്ലോ, ഇത്രയും മീനാണ് നമ്മൾ മേടിച്ചിട്ട് വന്നിട്ട് മീൻ സാധാരണ മീനും ചിക്കനൊക്കെ കട്ട് ചെയ്യാറുള്ളത് അവനാണ് കേട്ടോ. അവൻ ഫുൾ മീറ്റും ഫിഷും ഒക്കെ അവൻ തന്നെയാണ് ക്ലീൻ ചെയ്യാറ്. നെത്തോലി ആയതുകൊണ്ട് ഇന്നൊന്നും തീരത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാനും കൂടെ കയറി കേട്ടോ. ഞാനും കൂടി നെത്തോലി ക്ലീൻ ചെയ്യാനായിട്ട് കയറിയതാണ്. എനിക്ക് ഈ മീൻ ക്ലീൻ ചെയ്യുന്ന പരിപാടിയൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. എനിക്കത് ഭയങ്കരമായിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോഴത്തേക്ക് എനിക്കൊരുമാതിരി തോന്നും. തിന്നാൻ കുഴപ്പമില്ലെന്ന് ചോദിക്കും, തിന്നാൻ എനിക്കൊരു കുഴപ്പവുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫിഷ് ഫുള്ള് ക്ലീൻ ചെയ്ത് ഫ്രൈക്കുള്ളതൊക്കെ അത് കണക്ക് മസാലയൊക്കെ പുരട്ടി വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കിടന്നുറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കേട്ടോ ഇത് രാവിലെ എണീറ്റ് വന്നതാണ്. ഞാൻ തലേന്ന് മീൻ ക്ലീൻ ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ കുളിച്ചിട്ടാണ് കിടന്നത്. 1-1:30 ആയി അപ്പോഴത്തേക്ക് ഞാൻ കുളിച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ ഞാൻ മുടിയൊന്നും ഉണങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ അതുപോലെ ചെന്ന് കിടന്നുറങ്ങി. അതാണ് കേട്ടോ എൻ്റെ മുടി ഇത് കണക്ക് മറ്റേ നൂഡിൽ പോലെ കിടക്കുന്നത്. എൻ്റെ മുടി ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആവും, ഒരു വേവി ഹെയർ പോലെ ആവും. അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഹെയർ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തിറങ്ങി കുറച്ച് നേരം നിന്നതിന് ശേഷം ഒന്ന് പല്ലൊക്കെ തേച്ച് ഇത്തിരി സുന്ദരിയായിന്ന് എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. സുന്ദരിയൊക്കെ ആയിട്ട് വന്നിട്ട് ഞാനൊരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചു. അവനും കട്ടനിട്ട് കൊടുത്തില്ല, ഞാൻ അവിടെ ടേബിളിൽ വെച്ചു. അപ്പോൾ ഉറക്കമാണ്, ടേബിളിൽ വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടി നോക്കാം എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് തലേദിവസം പയർ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പയർ തോരൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പയർ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. പയർ കട്ട് ചെയ്തു. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് ഇത് വേസ്റ്റ് ബിന്നിൽ വീഴുമെന്ന് നോക്കുന്നതാണ് കേട്ടോ. അത് കറക്റ്റായിട്ട് വേസ്റ്റ് ബിന്നിൽ വീണ് എറിഞ്ഞപ്പോഴത്തേക്ക് അതിന് പയറും സവാളയും കൂടി ഇട്ടാണ് കേട്ടോ ഞാൻ തോരൻ വയ്ക്കാറ്. ഞാൻ അല്ലാതെ കണ്ടിട്ടുണ്ട്, പയറാണെങ്കിൽ പയർ മാത്രം ഇട്ട് തോരൻ വയ്ക്കുന്നത്, ക്യാരറ്റ് ആണെങ്കിൽ ക്യാരറ്റ് മാത്രം ഇട്ട് തോരൻ വയ്ക്കുന്നത്. എനിക്കിത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്കാണ് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അതിനുള്ള സവാള കട്ട് ചെയ്യാൻ കേട്ടോ. ഈ സവാള ഒരു രക്ഷയില്ലാത്ത കണ്ണെരിച്ചിലായിരുന്നു, അമ്മാതിരി കണ്ണെരിച്ചിലായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് അതിൽ ഇങ്ങനെ ലിക്വിഡ് തെറിച്ചിട്ട് കണ്ണ് ഭയങ്കര എരിച്ചിൽ നിറഞ്ഞിങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് അഡ്ജസ്റ്റൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ സവാളയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇന്നെന്ത് കറി വയ്ക്കാം എന്ന് ആലോചിച്ചു. നമ്മളിന്ന് വെച്ചത് എനിക്ക് തോന്നുന്നു രസം. ഞാൻ തലേന്ന് വെച്ച രസം ഉണ്ടായിരുന്നു. എനിക്ക് രസം വയ്ക്കുന്നതിൻ്റെ അന്ന് കൂട്ടുന്നതിനേക്കാളും പിറ്റേ ദിവസം കൂട്ടുന്നതാണ് ഇഷ്ടം. ടേസ്റ്റ് എപ്പോഴാണ് വരുന്നത്. അപ്പോൾ രസം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നെത്തോലി മീൻ കറിയും നെത്തോലി ഫ്രൈയും ചെയ്യാമെന്ന്. എനിക്കിത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. ഇതും ചൂര മീൻകറി ചൂര ഫ്രൈയും എൻ്റെ ഫേവറേറ്റാണ്. ചൂര മീൻകറി, ചൂര ഫ്രൈ, അവിയൽ, രസം, അച്ചാർ, ഒരു ബീട്രൂട്ട് തോരൻ. ഈ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനങ്ങനെ വിചാരിച്ചു നെത്തോലി മീൻകറിയും നെത്തോലി ഫ്രൈയും ചെയ്യാമെന്ന്. എനിക്ക് ഈ നെത്തോലി മീൻകറിയും ഫ്രൈയും മാത്രം ഭയങ്കര ഇഷ്ടമാണ്. ഇത് മാത്രം വേണമെങ്കിലും ഞാൻ കഴിക്കും. നെത്തോലി മാങ്ങ ഇട്ട് വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് തലേന്ന് ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് നീന്നെടുത്ത് വയ്ക്കുക കേട്ടോ. ഇതാകുമ്പോഴത്തേക്ക് എല്ലാം അരപ്പൊക്കെ ഫ്രൈ ചെയ്യാനുള്ള അരപ്പൊക്കെ പിടിച്ചിരിപ്പുണ്ട്. പിന്നെ അതേ നമ്മുടെ
കറിക്കുള്ളതും കൂടെ എടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് കറിയേ വയ്ക്കാറുള്ളൂ. നമ്മൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയുള്ള ഒരു ദിവസത്തേക്ക് നമുക്ക് വേണ്ടിയുള്ള കറി മാത്രമേ വയ്ക്കാറുള്ളൂ. അത് നമ്മൾ ഉച്ചയ്ക്ക് മാത്രമേ കഴിക്കൂ. പിന്നെ എനിക്കിഷ്ടപ്പെട്ട കറിയൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു ദിവസം 2 നേരം 3 നേരമൊക്കെ ചോറ് കഴിക്കും. അതുകൊണ്ട് ഇഷ്ടമുള്ള കറിയാണെങ്കിൽ കുറച്ചധികം വയ്ക്കും. അപ്പോൾ നെത്തോലി കുറച്ച് 2 നേരത്തേക്ക് വയ്ക്കുന്നുണ്ട്. 1 നേരം കഴിക്കും അവനും. അപ്പോൾ 1 നേരം ചോറ് കഴിക്കും. അതും ഭയങ്കര പാടാണ്. ചോറ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. 3 നേരവും കാപ്പിയൊക്കെ കൊടുത്താൽ ഭയങ്കര സന്തോഷം. രാവിലെ സ്മൂത്തിയോ ഷേക്കോ എന്തെങ്കിലും ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബാക്കി 2 നേരം എന്തെങ്കിലും കാപ്പി എടുത്താൽ ഭയങ്കര സന്തോഷം എന്നും പറഞ്ഞാണ് അവൻ നിൽക്കുന്നത്. ചോറ് ഇഷ്ടമേ അല്ല അവന്. ഞാൻ പറയുന്നത് ഭയങ്കര സ്പീഡാവുന്നുണ്ടല്ലേ. ഞാൻ സംസാരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കേട്ടോ, ഞാൻ ഇത്തിരി നല്ല സ്പീഡിലാണ് സംസാരിക്കാറ്. അപ്പുറത്തേക്കുന്ന ആൾ ചിലപ്പം വായും തുറന്ന് നിൽക്കും, ഇത്രയും സ്പീഡിൽ എന്തിനാണ് സംസാരിക്കുന്നതെന്ന്. പക്ഷേ അത് ഇങ്ങനെ അങ്ങനെയായിപ്പോയി, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ തോരനുള്ളത് അരയ്ക്കുന്നതാട്ടോ നേരത്തെ കാണിച്ചത്. തേങ്ങയും ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഇത്ര ഇട്ടാട്ടോ ഞാൻ അരയ്ക്കാറ്. അപ്പോൾ അത് ഇത്രയും അരച്ച് ഭയങ്കര ഭയങ്കര നൈസായിട്ട് അരയ്ക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് എനിക്ക് പയറ് വേകുന്നില്ല എന്ന് തോന്നിയപ്പോഴത്തേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഞാൻ തട്ടിപ്പൊത്തി വയ്ക്കാന്ന് നമ്മളിങ്ങോട്ട് പറയും, ട്രിവാൻഡ്രത്തൊക്കെ പറയും തട്ടിപ്പൊത്തി വയ്ക്കാന്ന് പറയും. അങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് അടച്ചു വയ്ക്കാൻ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ തോരനിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ സൗണ്ട് കുറഞ്ഞു, പക്ഷേ സ്പീഡ് അതുപോലെ തന്നെ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല കേട്ടോ, നമുക്ക് പതുക്കെ ശരിയാക്കാം. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് കുക്കായി വന്നപ്പോഴത്തേക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തുറന്ന് വെച്ച് വേവിക്കുകയാണ്. കാരണം വെള്ളത്തിൻ്റെ ഒരു ഈർപ്പം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് മീൻകറിക്കുള്ളതാട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചത്. മീൻകറിക്ക് സാധാ വയ്ക്കുന്ന പോലെ തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവ, ചെറിയുള്ളി, പുളി ഇത്ര ഇട്ടാണ് അരയ്ക്കുന്നത്. അതും ഭയങ്കര വേസ്റ്റായിട്ടൊന്നും അരയ്ക്കത്തില്ല, ജസ്റ്റ് ചെറിയൊരു തരിതരിപ്പുള്ള പോലെ അരച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിനകത്തോട്ട് തക്കാളി, പച്ചമുളക്, പിന്നെ വെണ്ടയ്ക്കല്ലല്ലോ മുരിങ്ങയ്ക്ക ഇത് ഇത്രയും കട്ട് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ അരച്ച പേസ്റ്റ് ഒഴിച്ച് കുറച്ചധികം വെള്ളം ഒഴിച്ച് നമ്മൾ വയ്ക്കുക കേട്ടോ ചെയ്യുന്നത്. ഉപ്പിട്ട് നമ്മൾ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കും. നല്ല ടേസ്റ്റ് കേട്ടോ മീൻകറി. എനിക്ക് തേങ്ങ അരച്ച മീൻകറിയാണ് കൂടുതലും ഇഷ്ടം. മറ്റ് നമ്മുടെ ഇടുക്കിയിലൊക്കെ അങ്ങോട്ടൊക്കെ വയ്ക്കുന്ന പുളിയും മുളകും വയ്ക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം തേങ്ങ അരച്ച് വയ്ക്കുന്നതാണ്. നമ്മൾ വീട്ടിലൊക്കെ അങ്ങനെ വയ്ക്കുന്നതുകൊണ്ടായിരിക്കും തേങ്ങ അരച്ച് വയ്ക്കുന്നത് ഇഷ്ടം. പ്രത്യേകിച്ച് നെത്തോലിയൊക്കെ അങ്ങനെ തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാനൊരു സത്യം ഓർത്തത്, ഞാൻ ചോറ് വെച്ചിട്ടില്ല ഇതുവരെ. അങ്ങനെ ഞാൻ ചോറിനിടുവാണ് കേട്ടോ. നമ്മളൊരു കുഞ്ഞു ഗ്ലാസ്, എനിക്ക് നാഴിയുടെ അളവറിയത്തില്ല, ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ്സാണ് കേട്ടോ ഇടാറ്. അല്ലാതെ എനിക്ക് കറക്റ്റായിട്ട് നാഴിക്കണക്കറിയത്തില്ല. നാഴിക്കണക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് അധികമായിരിക്കും, കളയുന്ന അത്രയും വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടി വച്ചു. എന്നിട്ട് പാത്രമൊക്കെ കഴുകി കിച്ചൺ ക്ലീൻ ചെയ്യാൻ കേട്ടോ. എനിക്ക് മറ്റേ സംഭവം പറ്റത്തില്ല, അതായത് കുക്ക് ചെയ്യുന്നതിനോടൊപ്പം കിച്ചൺ ക്ലീൻ ചെയ്യുന്ന സംഭവം അത് പറ്റത്തില്ല. ഞാൻ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അൾട്ടർ മെസ്സി ആയിരിക്കും നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത്. ഭയങ്കര മെസ്സി ആയിരിക്കും നമ്മുടെ കിച്ചൺ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 11:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാനൊരു ഇപ്പി ഉണ്ടാക്കി കഴിച്ചു. അതിൻ്റെ കൂടെ ഒരു സോഡ നാരങ്ങ വെള്ളം കുടിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോഡ നാരങ്ങ വെള്ളം വീട്ടിലുണ്ടാക്കി കുടിക്കാൻ. എനിക്ക് പെപ്സി 7up അങ്ങനെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സിനേക്കാളും ഇഷ്ടമാണ് കേട്ടോ സോഡ നാരങ്ങ വെള്ളം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ ഇരുന്നതിന് ശേഷം ചോറ്, രസം, പയർ തോരൻ, മീൻ പൊരിച്ചത്, മീൻ കറി, അച്ചാർ ഇത്രയും കഴിച്ചു. ഞാൻ പോയി കിടന്നുറങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം എണീറ്റൊരു പാക്കൊക്കെ ഇട്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നെന്ന്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ ബൈ.